ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകുക. അപ്പോൾ നമ്മുടെ ലൈവ് ബോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും ശോകം തന്നെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾമാറാട്ടം അല്ലെന്നുണ്ടെങ്കിൽ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു ടാസ്ക് വരുന്നുണ്ട്. സീസൺ 4 നമ്മുടെ റിയാസൊക്കെ തകർത്തഭിനയിച്ച ആ ഒരു സെക്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രമോയും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. അർജുന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ടാസ്ക് തന്നെ എന്ന് പറയാം. കാരണം മറ്റൊരാളായിട്ട് അഭിനയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ക്യാരക്ടർ പിടിച്ച് ചെയ്യുക, സ്കിറ്റ് ചെയ്യുക എന്നതൊക്കെ അർജുൻ നല്ല മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ടാസ്കുകളിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. എന്നാൽ അതിൽ പോലും ഫേവറിസം ഉണ്ട്. മറ്റു കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും അധികം ആ രീതിയിലുള്ള സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മികച്ച കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ എനിക്ക് അർജുനെ തോന്നിയിട്ടില്ല. എന്നാൽ സ്കിറ്റുകളിലൊക്കെ മികച്ച രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട്. അതിലെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ഒരു കോംബോ പിടിച്ച് ഒരു സൈഡായിട്ട് ഒതുങ്ങുന്ന അർജുനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോംബോ പിടിച്ച് സൈഡ് ഒതുങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയാൽ മാത്രമേ അർജുൻ പെർഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അർജുനെ പോലെയുള്ള കണ്ടസ്റ്റന്റിനൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ടാസ്കുകൾ വരുമ്പോൾ അർജുൻ എന്താണെങ്കിലും തകർത്ത് ആടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നോക്കാം, നമ്മൾ പ്രമോയിൽ കണ്ടപ്പം നമ്മുടെ അർജുൻ ചെയ്യുന്നത് നമ്മുടെ നോറയാണ്, അതുപോലെ സിജോ, നമ്മുടെ ജിൻഡോയൊക്കെ ഓരോ ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം മുൻ സീസണുകളിലൊക്കെ ചെയ്തതിനേക്കാളും മികച്ചതായിട്ട് ഇവർക്ക് തകർക്കാൻ പറ്റുമോ? കാരണം സീസൺ 4 നമ്മൾ ഇതുവരെയും കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു രീതിയിൽ ഈ ഒരു ടാസ്ക് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത ഒരു ടാസ്ക് തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ. ഈ ഒരു സമയത്ത് ഈ സീസൺ 6 അവസാനിക്കാൻ പോകുന്ന ഒരു സമയത്ത് ബിഗ് ബോസ് വെറുതെ സീസൺ 4 ടാസ്ക്, നാട്ടുരാജാവ് എന്ന് പറയുന്ന ടാസ്കും ആ ഒരു സമയത്ത് അവിടെ നടന്നിരുന്ന ടാസ്കുകളായിരുന്നു. അതൊക്കെ ഈ പറയുന്ന 70 ദിവസത്തിന് മുന്നേ നടന്ന ടാസ്കുകളായിരുന്നു. അതാണ് ഈ പറയുന്ന അവസാന സ്റ്റേജിലേക്ക് വെറുതെ കോപ്പി അടിച്ച് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബോറായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 6 മേക്കേഴ്സ് എന്ന് പറയുന്ന അട്ടർ ഫ്ലോപ്പ് തന്നെയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഇവിടെ നടത്തേണ്ടതെന്നും ഒരു എക്സിക്യൂഷൻ പ്ലാനുകളോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയോ ഇല്ലാത്തൊരു ഒരു മേക്കേഴ്സ് തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഒരു മികച്ച രീതിയിലുള്ള ടാസ്കുകളും കൊണ്ടുവരുന്നില്ല. ഈ ഒരു അവസാന നിമിഷം പ്രേക്ഷകരെ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്തിരുത്താനുള്ള ഒരു പരിപാടിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഈ 2 ആഴ്ച ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത്രമാത്രം. അതിന് മുൻ സീസണിലുണ്ടായിരുന്ന ഓരോ ടാസ്കും വെറുതെ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ ഈ പരകായ പ്രവേശം എന്ന ടാസ്ക് എങ്ങനെയെങ്കിലും നമ്മൾ പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, കുറച്ചെങ്കിലും ചിരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്കിറ്റും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന മറ്റൊരു ക്യാരക്ടർ പിടിക്കാനുള്ളതായതുകൊണ്ട് അർജുനെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അടിപൊളിയായി പോകാനുള്ള സർവ്വ സാധ്യതകളുമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അർജുനൊക്കെ മിക്കവാറും അർജുൻ്റെ ഫാൻസിനൊക്കെ സന്തോഷമാകുന്ന ഒരു ദിവസം കൂടിയായിരിക്കണം, അല്ലെങ്കിൽ അർജുന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കാരണം നോറയാണ് കിട്ടിയത് കൊണ്ട് തന്നെ മറ്റൊരാളെയും കൂടെ കിട്ടുമെന്ന് അറിയില്ല. കാരണം നമ്മൾ പ്രൊമോയിൽ അങ്ങനെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം, ഓരോ ക്യാരക്ടറിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നോറയെ കിട്ടിക്കഴിഞ്ഞാൽ അർജുൻ അത് തകർത്ത് അഭിനയിക്കും. നോറയെ മിക്കവാറും വലിച്ചു വരി ഭിത്തിയിലൊട്ടിക്കുന്ന രീതിയിലായിരിക്കും അർജുൻ്റെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടുള്ള അഭിനയവും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.